ചേട്ടാ ഇത്ര നാളും ഷെമിച്ചേട്ടൻ ഒരു ചില സംഘടനകൾ അല്ലെങ്കിൽ ചില അസോസിയേഷനൊക്കെ മാറ്റി നിർത്തലുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് ഇത്രയും കാലിബറുള്ള ഒരു നടൻ അല്ലെങ്കിൽ ആ ഒരു നടന്റെ മകനെ മലയാള സിനിമ എപ്പോഴും അച്ഛനെ പോലെ തന്നെ മിസ് ചെയ്യുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഷെമിച്ചേട്ടന് തോന്നിയിരുന്നു ഇത്തരം മാറ്റി നിർത്തൽപ്പെട്ടപ്പോഴും നല്ല സിനിമകൾ വന്നു ചേരും എന്നെങ്കിലും എന്നെ അറിയും, എന്റെ സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അല്ല അതിപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അത് തന്നെയുള്ള വേദന എനിക്കുണ്ടാകാതിരിക്കോ? നിങ്ങളുടെ മനസ്സിൽ മാറ്റിയിട്ടില്ലല്ലോ, അതാണ് അതിന്റെ അതേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ അല്ലാതെ അതിനൊക്കെ ഞാൻ ഇനി എന്ത് മറുപടി പറയാനാ? നല്ല പ്രകാശങ്ങളെ ഒത്തിരി നേരം ഒന്നും മൂടി വെക്കാൻ ഒക്കെയല്ല. നല്ല പ്രകാശമാണ് അത് മൂടി വെക്കാൻ ഒക്കെയല്ല. കുറെ കഴിയുമ്പോൾ എങ്ങനെയോ അത് വെളി വരും. അതാണ് അതിന്റെ സത്യം. അതിന്റെ ഒരു അത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? അത് നഷ്ടങ്ങൾ സംഭവിക്കുന്ന മലയാള സിനിമയ്ക്ക് ഈ ഇത്രയും കാലിബറുള്ള നടനെയൊക്കെ ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് മാറ്റി ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കാ കുഴപ്പം. ഞാൻ നടന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ നിങ്ങളുടെ ഫാൻസായിരിക്കും ഞാനൊരു പ്രേക്ഷകന്റെ രീതിയിൽ സംസാരിക്കുക, അല്ലാതല്ലേ ചെയ്യേണ്ടത്. കാരണം നമുക്ക് തിലകൻ ചേട്ടൻ ഇതുപോലെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് മിസ്സായിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന് വന്നു ചേരേണ്ട കുറെ കഥാപാത്രങ്ങൾ നമുക്ക് മിസ്സായിരുന്നു. കുറെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടും ചേട്ടൻ ഇതുപോലെ അച്ഛന്റെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ചേട്ടനും ഇതുപോലെ വേഷങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പൊ അതിൽ ഖേദിക്കുന്നത് മലയാള പ്രേക്ഷകരാണ്. അപ്പൊ ഈ സിനിമാ രംഗത്ത് നിന്ന് ഇത്തരം മാറ്റി നിർത്തപ്പെട്ടപ്പോഴും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ചേട്ടനെ സംബന്ധിച്ച്? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ സംഭവം ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇതിനപ്പുറം ചാടി കടന്നവനാണ്. അപ്പൊ പിന്നെ അതിനകത്തൊരു റിഗ്രറ്റ് തോന്നുന്ന കാര്യം എന്താ? ഇല്ല, അത്ര തന്നെ ഉള്ളൂ. തുമ്മിയ തെറിക്കണ മോക്കാണെ പോട്ടി പുല്ല്. ഞാൻ ആദ്യം മറ്റേ ചെങ്കോൽ സിനിമയിൽ പറഞ്ഞ ഡയലോഗായത്. തുമ്മിയ തെറിക്കണ മൂക്കാണ് പോട്ട് അല്ലേ? മൂക്കിന്റെ ആവശ്യമുണ്ടോ? മൂക്ക് എന്തിനുള്ളതാണ് അല്ലേ? അത് തുമ്മിയ തെറിച്ചു പോകുന്നതാണെങ്കിൽ പോട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ അത് തന്നെ അങ്ങനെ തന്നെ ഞാൻ കരുതുന്നുള്ളൂ. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മള് ചില നേരങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ വിചാരിക്കുക. എപ്പോഴും എന്താണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അവരൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് സത്യമേവ ജയതേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് സത്യം ഒരുപാട് ജയിക്കും, അത്ര തന്നെ. എവിടെയും സത്യമേ ജയിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഏതൊരു നടനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞില്ല. ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു നല്ല കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു കഥ വന്നപ്പോൾ ഉണ്ടായ ഒരു വികാരം എന്തായിരുന്നു ചേട്ടന്റെ? ഞാൻ അത്ഭുതപ്പെടുക ചെയ്ത കാര്യം, ഒരു പരിധിവരെ ഇത് ഈ വിലായത്ത് ബുദ്ധ എന്ന സിനിമയിൽ നായകൻ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വേഷം ചെയ്യില്ല. പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് എനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചത്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ആ കഥാപാത്രം ഞാൻ ചെയ്തതല്ല ഞാൻ പറയുന്നത്. ആ കഥാപാത്രം എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഭാസ്കരൻ മാസ്റ്ററുടെ കഥാപാത്രം. കാര്യം ഒന്നാമത്തെ പൃഥ്വിരാജിന്റെ ഗുരുവാണ്. ആ സ്ഥാനത്ത് അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന് എന്നെ പോലൊരു നടനെ കൊണ്ട് ഒരു പരിധിവരെ എന്താണ് അദ്ദേഹത്തിനേക്കാളും കുറച്ച് സീൻ ബേസിൽ ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിന് തയ്യാറാകാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറയുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പൃഥ്വിരാജിനോട് കടപ്പെട്ടിരിക്കുന്നു. പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരാളാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ക്രെഡിറ്റും തീർച്ചയായിട്ടും പൃഥ്വിരാജിനാണ്. ഡയറക്ടറെ കൊണ്ട് ഇല്ലെന്നല്ല, അതിനേക്കാൾ കൂടുതൽ രാജുവിനാണ് ആ ക്രെഡിറ്റ് മുഴുവൻ. സോ ലവ് യു രാജു, അത്ര എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ളവരല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അത് എന്റെ ആത്മാർത്ഥമായ ഇഷ്ടമാണ്. എന്റെ മനസ്സ് ഞാൻ എന്റെ ഹൃദയം ഞാൻ അവന് പറിച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്കിങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചതിന്റെ കാരണക്കാരൻ പൃഥ്വിരാജാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ എന്റെ എന്താണ് ആജീവനാന്ത ഞാനത് മനസ്സിൽ കൊണ്ടുനടക്കും. എന്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. അത് വേറെ ആരോടും എനിക്ക് അത്ര ഉണ്ടാവില്ല. പലരോടും ഉണ്ട്, ചിലരോടുണ്ട്. അത്രയും ഒരാളും എന്നെ എന്താണ് ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു രാജുവാണെന്ന് തോന്നുന്നു എന്നെ ഇതിലേക്ക് ഷമ്മിച്ചേട്ടനാണ് അത് നല്ലത് എന്നുള്ള രീതി ആദ്യം പറഞ്ഞതുപോലും രാജുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അതുപോലെയുള്ള ആ ഒരു നടന്റെ ഒരു മനസ്ഥിതി അത് നമ്മൾ അങ്ങാരും കാണാതെ പോകരുത്. അദ്ദേഹത്തിനെതിരെയൊക്കെ ഹേറ്റ് എന്നാകുമ്പോ ഞങ്ങൾക്കൊക്കെ കൊള്ളും. അതെ, സത്യം. ഇപ്പൊ മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല കോണ്ടന്റ് വരുന്നൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ. പഴയ
ഇപ്പൊ കെ ജി ജോർജ് സാറിന്റെ സമയത്ത് തിരുവൻ സാറൊക്കെ ചെയ്ത പോലത്തെ ഉള്ളൊരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ മലയാള സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചയാവുന്ന ഓരോരോ സിനിമകൾ ചർച്ചയാവുന്നത്. ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ മലയാള സിനിമ എത്രത്തോളം കോണ്ടന്റ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത്? നമ്മുടെ യുവ തലമുറ സംവിധായകരായിക്കോട്ടെ അല്ലെങ്കിൽ നടീനടന്മാരായിക്കോട്ടെ, നമ്മുടെ ആ യുവത എന്ന് പറയാം, അവർ നല്ല ടാലന്റഡ് ആണ്. വന്നേക്കുന്ന ചുമ്മാ എവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരല്ല. എല്ലാവരും ഈ മാധ്യമത്തെ കുറിച്ചും ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ താല്പര്യത്തെ കുറിച്ചും അവരെ ഏത് രീതിയിലുള്ള സംഭവമാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ അറിഞ്ഞു പെരുമാറാൻ കഴിവുള്ളവരാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള യുവാക്കന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് പറയും. അപ്പൊ അവരെ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഈ പറഞ്ഞല്ലേ ഒരു ഈ അമ്മാവൻ സിൻഡ്രോം എന്തായാലും പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്നത് ആ മാതിരി ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മുടെ പഴയ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഞാനടക്കം ഉള്ള ആൾക്കാർ നമ്മളൊരു ഒരു ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അവരേക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ എന്താണ് എപ്പോഴും ഒരു ഇൻഡസ്ട്രി എന്തുമായിക്കോട്ടെ ഏതാണേലും നമ്മുടെ നല്ലത്. ഇപ്പൊ ഞാനിപ്പോ എന്താണ് ഒരു സീനിയറാണ്, എന്റെ നല്ല ഇൻഡസ്ട്രി അടുത്ത തലമുറയ്ക്കുള്ളതാണ്. അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. എന്നിട്ട് അത് നല്ല രീതിയിൽ നമ്മളെ ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാൻ. ഇത് എച്ചിലാക്കി മാറ്റാനായിട്ടുള്ള ഈ പഴയ ആൾക്കാരുടെ ഒരു ശ്രമമുണ്ട്. ഇതൊരു നമ്മൾ എന്നിട്ട് എച്ചിൽ ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ഇൻഡസ്ട്രിയെ കൊണ്ടുപോകരുത്. നമ്മുടെ യുവാ തലമുറയെ നമ്മൾ വിശ്വസിക്കുക. അവർക്ക് വളരെ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അവരെ നമ്മൾ അതിനുവേണ്ടി നമ്മളാണ് അവരെ പ്രാപ്തരാക്കേണ്ടത്. അവർക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ നമുക്ക് സീനിയേഴ്സ് സാധിക്കും. അതിനുള്ള അവസരം സൃഷ്ടിക്കുക, അതാണ് വേണ്ടത്. ഇപ്പൊ പണ്ടാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിനിമകളൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊമോഷന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ സംഘാടകരായാലും സിനിമ മേക്കേഴ്സ് ആയാലും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നെഗറ്റീവ് റിവ്യൂസ് അടക്കം ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വരുന്നു. നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്നു, ആളുകളുടെ റെസ്പോൺസ് കേൾക്കുന്നു, പോസിറ്റീവായിട്ട് കാണുന്നു. ഈ പണ്ടത്തെ ഇൻഡസ്ട്രിയിലെ സിനിമകൾ എപ്പോഴും ഇറങ്ങുമ്പോഴും ഇപ്പത്തെ ഇൻഡസ്ട്രിയിലെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഈ വ്യത്യാസം നോക്കി കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ഈ പ്രയാസങ്ങൾ, മാറ്റം അനിവാര്യമാണല്ലോ. നമ്മളെപ്പോഴും ഏതൊരു ഇൻഡസ്ട്രിയിൽ, സിനിമ എന്ന് മാത്രമല്ല എല്ലായിടത്തും മാറ്റം, അതായത് അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞാൽ ഒരു വിപ്ലവം ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ കിടക്കുന്നതല്ലല്ലോ. ഇതുപോലുള്ള മാറ്റങ്ങൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം, അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. എന്നാൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അതാണ് ആവശ്യം. അപ്പൊ അതിന് എങ്ങനെയാണോ നമ്മുടെ കാലഘട്ടത്തിന് ഇപ്പൊ ടെക്നോളജി അതുപോലെയുള്ള കാര്യങ്ങൾ അത് അന്നത്തെ കാലത്ത് എന്റെയൊക്കെ തുടക്കത്തിൽ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇതുപോലെ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ടും നമ്മളന്ന് നല്ല നല്ല പ്രൊഡക്റ്റുകൾ കൊടുത്തിരുന്നു. അപ്പൊ അത് ഈ സാധ്യതകളും കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അന്നെടുത്തതിനൊക്കെ കുറച്ചും കൂടി നല്ല ആ സാധ്യതകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അതിനകത്ത് അസൂയയോ അല്ലെങ്കിൽ ആ ഒരു കുശുമ്പോ കാണിക്കാതെ ഇതൊരു ഒത്തൊരുമയോടുകൂടി ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും എന്താ പറയുന്ന കാതലുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിവുറ്റ ആൾക്കാരാണ് മലയാളം ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രിയിലുള്ള കലാകാരന്മാർ. അതായത് നടന്മാരായിക്കോട്ടെ എല്ലാവരും, ഞാൻ എല്ലാവരെയാണ് ഉദ്ദേശം പറയുന്നത്. എല്ലാം അതിഭീകര, നമ്മൾ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോളിയാണ്. ചേട്ടാ, അച്ഛനെ പറ്റി നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ യുവതലമുറയെ പറ്റി പറഞ്ഞു. യുവതലമുറയ്ക്ക് ഉപദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചേട്ടൻ പറഞ്ഞു. മകൻ എന്താണ് സിനിമയിലേക്ക് വന്നപ്പോ? അത് അവനോടല്ലേ ചോദിക്കണ്ടേ, എന്നോടല്ലേ? ഞാൻ അവന് ഉപദേശം കൊടുക്കാറുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ. അവന് കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ എന്റെ കൂടെ ഉള്ള എന്റെ കൊടുത്തിട്ടുണ്ട്. എന്നാലാവുന്ന ഞാൻ പറയാറുണ്ട്, എന്റെ മകന് മാത്രമായിട്ട് അങ്ങനെ ഞാനൊരു ഇതായിട്ട് കൊടുക്കാറൊന്നുമില്ലല്ലോ. എന്നാലാവുന്നത് എനിക്കറിയാവുന്നത്, അതിനൊന്നും ഞാനൊരു മടിയും കാണിക്കാത്തവനാണ്. പക്ഷെ തിരിച്ചങ്ങനെ എന്നോട് അങ്ങനെയല്ല കാണിക്കുന്നത്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, യുവതലമുറ എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ട്. പക്ഷെ എന്റെ ഞാൻ യുവാവായിരിക്കുന്ന അവസ്ഥയിൽ എന്റെ മുകളിലുള്ളവരുണ്ടല്ലോ, അവരെന്നോട് അങ്ങനെയല്ല കാണിക്കുന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. അത് തന്നെ ഞാൻ എന്റെ ഉള്ളിൽ വെക്കാറുള്ളൂ, ആരോട് ഞാൻ കാണിക്കാറില്ല. ഇനിയുള്ള പ്രൊജക്ട്സ് ഏതെങ്കിലും? ഞാനിപ്പോ തൽക്കാലം സിനിമ ഒന്നും ചെയ്യുന്നില്ല. ചേട്ടന് ആവശ്യമുണ്ട് മലയാള സിനിമയ്ക്ക് നല്ല രീതിയിൽ? ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നോട് സഹകരിക്കുന്ന ഒരു നടനോ അതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് മാത്രം ചെയ്യാന്ന് വിചാരിച്ചു.
ഒതുങ്ങി നിൽക്കുകയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞ് എന്നെ സീറോ ആക്കാതിരുന്നാണ്. കാര്യം ഇതുപോലൊരു പടത്തിൽ ഇങ്ങനെ എന്താണ് ഞാൻ മറ്റേ നായകനെ ഞാൻ ഓവർടേക്ക് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്നൊക്കെ നിങ്ങളെ പോലുള്ളവരിങ്ങനെ എന്താണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കമന്റ് ഇട്ടാണ് എനിക്ക് പലയിടത്തും പടങ്ങളില്ലാതായത്. അത് മനസ്സിലാക്കുക. അത് ശരിയാണ്. അത് നിങ്ങൾ പറയുമ്പോ അവർക്കത് ഈഗോ ക്ലാഷ് അടിക്കുകയാണ്. ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പൃഥ്വിരാജിനെ ഞാൻ പറയില്ല, ജന്മത്തിൽ ഞാൻ എന്റെ ഉള്ളിലുള്ള ആ ഒരു നന്ദി ഞാൻ മറക്കില്ല. ഈ വേഷം എനിക്ക് ചെയ്യാൻ പറ്റിയതില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ എന്റെ കരിയറിൽ ഞാൻ എത്ര വർഷമായി. ഒരു പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന പലരും ഞാൻ അഭിനയം തുടങ്ങുമ്പോൾ ഇവിടെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പലരും അപ്പൊ അത്രയും കാലത്തുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഒരുമാതിരി എന്റെ കുറച്ച് നല്ല നല്ല പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ ഇത്രയും എന്റെ ഈ പ്രായത്തിൽ ഇതുവരെയുള്ള എന്റെ പടങ്ങളില് ഏറ്റവും നല്ല പടമല്ലേ ഇത്? ഏറ്റവും നല്ല ക്യാരക്ടറല്ലേ? ഞാൻ നന്നായിട്ട് ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് അതിനെ ഇല്ലാതാക്കേണ്ട കാര്യം? അപ്പൊ അത് മാനിക്കണ്ടേ? അതുപോലെ രാജുവിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടില്ലേ? രാജുവിന്റെ മറ്റു പടങ്ങളെക്കാളൊക്കെ രാജു മനോഹരമായിട്ട് എനിക്ക് ഞാൻ പറയാനില്ല. ഞാനോട്ട് അഭിനയിച്ച സീൻ, ബാക്കിയുള്ള സീനിനെ ഞാൻ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനോട്ട് അഭിനയിച്ച സീനിൽ ആദ്യം രാജു അത്രയും നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ല രാജു ഇച്ചിരി ഓവറായിട്ടോ അല്ല ഇച്ചിരി ബോറായിട്ടോ ചെയ്തതിന് എനിക്കതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൊടുക്കൽ വാങ്ങലാണ്. അല്ലാതെ ഒരാള് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു സിനിമ നന്നാവുന്നില്ല. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം. ഇവൻ എന്ത് മനോഹരമായിട്ടാണ് ആ സീനിൽ അഭിനയിച്ചേക്കണേ. അത് ഞാനത് അത്രയും നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് അവൻ എന്നോട് അതുപോലെ ചെയ്യാൻ പറ്റിയത്. അല്ലേ? ശരിയല്ലേ? ആ എന്നെ കൊടുക്കൽ വാങ്ങലെന്ന് പറഞ്ഞു. എന്നെ വന്ന ചീത്ത പറയുന്ന സീനില് അവന്റെ അച്ഛനാണ് ഞാൻ പടത്തില്. അപ്പൊ ആ അച്ഛനെ ചീത്ത വിളിക്കുമ്പോ ആ അച്ഛന്റെ ഒരു റിയാക്ഷൻ തന്നെ അത് ഞാൻ അതുപോലെ കൊടുത്തിട്ടൊക്കെ അങ്ങനെ പറയാനാണ് തോന്നിയത്. അപ്പൊ അതില് ഞാനത് അഭിമാനിക്കുകയാണ്. കാര്യം ഞാനത് നന്നായിട്ട് ചെയ്തത് കൊണ്ടാണ് അവൻ എന്ത് നന്നായിട്ട് ചെയ്തത്. അവൻ നന്നായിട്ട് ചെയ്തപ്പോ ഞാൻ അവന്റെ അപ്പുറം കയറി. ആ ഒരു മത്സരമുണ്ടല്ലോ, അതാണ് നമ്മൾ ആ ഒരു സ്പിരിറ്റോട് കൂടി അതിനെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത്. അതില് എന്താണ് അവനും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അതിനേക്കാളും ഞങ്ങൾ രണ്ട് ഹാപ്പി ആയപ്പോ ഡയറക്ടറും ഹാപ്പിയാണ്. ഇല്ലേ? ആ സീനിന് ഭയങ്കര കയ്യടിയാണ് കിട്ടിയത്. ഞാൻ കൊല്ലത്ത് നല്ല കയ്യടിയുണ്ട് അതിന്റെ ആ ചേഞ്ചിന്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അവന്റെ ആ ചേഞ്ചിന് ഇമ്പാക്ട് വരുന്നത്. അല്ലേ? ആ പറയാൻ അതാണ് കൊടുക്കല് വാങ്ങല്. അത് കേട്ടില്ല. ഇനിയുള്ള സിനിമകളിൽ ഇത് ഈ സന്തോഷം ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. താങ്കൾ തന്നെ പറയുന്നത് ഇനിയുള്ള സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് ചെയ്യുന്നില്ല. പക്ഷെ ഇനിയും വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ അതിനോട് എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കും. ഞാൻ ഈ കടയിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഞാൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു കടയിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. അതെന്തിനാണ്? അഭിനയിക്കാനാണ്. അല്ലെ? പക്ഷെ ഞാൻ അഭിനയിക്കുമ്പോ എന്റെ അഭിനയത്തിന് ഇപ്പൊ ഇവൻ എന്റെ കൂടെ അഭിനയിക്കുന്നു. ഞാൻ ഇവനോട് ഒരു ഡയലോഗ് പറയുമ്പോൾ അവന് റിയാക്ഷൻ തരാൻ ചുമ്മാ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവിടുന്ന് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുകയല്ലേ നല്ലത്. അതേ ഞാൻ ചെയ്തു. അന്നത്തെ മോഹൻലാലിന്റെ പ്രജയുടെ മോഹൻലാലിനോടും ഇന്നത്തെ വിരായത്ത് ബുദ്ധി പൃഥ്വിരാജിന്റെ അടുത്തും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് ക്ഷമിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് ഒപ്പത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, ആ ക്യാരക്ടറാണ് അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ഷമ്മി തിലകനല്ല, ഭാസ്കരൻ മാസ്റ്ററാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതിന്റെ കാരണക്കാരൻ ഇന്ദുഗോപനും ജയൻ നമ്പ്യാരുമാണ്. ഞാൻ അവിടെ വെറും ഒരു പപ്പറ്റാണ്. അത് ഞാൻ എന്റെ സ്ഥാനത്ത് മറ്റൊരു ആക്ടർ ആണെങ്കിലും ആ ക്യാരക്ടർ ഒപ്പത്തിനൊപ്പം നിൽക്കും. ചിലപ്പോൾ നിങ്ങൾ കൂട്ടിയും കഴിച്ചും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അഭിനയത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ എന്നെയൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ആ ക്യാരക്ടർ ഒപ്പത്തിനൊപ്പം നിൽക്കും. കാര്യം എന്താണ്? അത് ഇന്ദുഗോപന്റെ ഒരു ക്ലാസിക് സൃഷ്ടിയാണ് ആ ഒരു കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് അതിനകത്ത്. അതുപോലെ ജയൻ നമ്പ്യാർ അത് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ ഞാനായിക്കോട്ടെ, ഇവനായിക്കോട്ടെ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ആയിക്കോട്ടെ, ഡയറക്ടറുടെ മുമ്പിലുള്ള ഒരു പപ്പറ്റുകൾ മാത്രമാണ് നടീനടന്മാരെന്ന് പറയുന്നത്. അവരുടെ ആവശ്യമാണ് ഞങ്ങൾ അവിടെ സാധിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ തോന്നിവാസമല്ല അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആ ഡയറക്ടർക്ക്, അതിന്റെ പാത്രസൃഷ്ടി നടത്തിയിട്ടുള്ള അതിന്റെ റൈറ്റർക്കും തന്നെയാണ് അതിനകത്ത്. പിന്നെ ഞങ്ങളെ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ലേ, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നാടകമല്ല ഞങ്ങൾ അഭിനയിക്കുന്ന, സിനിമയാണ്. സിനിമയ്ക്ക് ഒരിക്കലും നാടകത്തിലെ പോലെ ഒരു ആർട്ടിസ്റ്റിന് അത്രയും വലിയ ഇതൊന്നുമില്ല. ഒരു ആർട്ടിസ്റ്റിനും ഇല്ല. ഇതിന് വലിയ മറ്റേടത്ത് വലിയ കോലകൊമ്പനാണെങ്കിലും ഈ പറഞ്ഞല്ല ഡയറക്ടറുടെ കഴിവാണ് സിനിമ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ അവിടുത്തെ വെറും പപ്പറ്റാണ്. ഓ, താങ്ക് യു. ലവ് യു.